ഹലോ, അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കിന്റെ റെസിപ്പിയാണ്. അപ്പൊ ഇതിൽ നമുക്ക് ചിക്കൻ ഒന്നും ആവശ്യമില്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ചിക്കൻ വേണം നിർബന്ധമാണെങ്കിൽ ചിക്കൻ വെച്ചിട്ടും ചെയ്യാം. ഞാനിതിൽ മുട്ട വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ നമുക്ക് നോമ്പിന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ലേറ്റ് ആക്കാതെ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ ഫില്ലിംഗ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള ഒന്ന് കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇതിന്റെ ഫില്ലിംഗ് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ വരുന്ന ഒരു ഫില്ലിംഗ് ആണ് കേട്ടോ. അപ്പൊ ആ ഒരു ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ നമ്മൾ മുട്ട ബജിക്കൊക്കെ ഉണ്ടാക്കുന്ന ഫില്ലിംഗ് ഉണ്ടല്ലോ, നമ്മുടെ നാടൻ ഫില്ലിംഗ്, അത് വെച്ചിട്ടും ഇത് ചെയ്യാം കേട്ടോ. അപ്പൊ ഇത് ആവശ്യത്തിന് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. നല്ലപോലെ വഴറ്റിയെടുക്കാൻ നോക്കുക. അങ്ങനെ കടിക്കുന്ന പരുവില്ലാത്തതാണ് നല്ലത്. അപ്പൊ ഞാനിത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയാണ്. ഞാൻ കാശ്മീരിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിനകത്തോട് ചേർക്കുന്നത് ചാറ്റ് മസാലയാണ്. അപ്പൊ അതൊരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നുണ്ട്. നമ്മുടെ ചുവന്ന വറ്റൽമുളക് ഉണ്ടല്ലോ, അതൊന്ന് ചതച്ചതാണ്. അപ്പൊ ഇതെല്ലാം ചേർത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിന്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നമ്മൾ വഴറ്റിയെടുക്കണം. ഇനിയിപ്പോ നിങ്ങളുടെ കയ്യിൽ ചാറ്റ് മസാലയൊന്നും ഇല്ല, നിങ്ങൾക്ക് നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ വേണ്ടാന്നാണെങ്കിൽ മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്താലും മതി. കൂടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുക. അപ്പൊ നമ്മൾ ഇത് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് മുട്ടയാണ്. അപ്പൊ ഞാനിവിടെ 2 മുട്ട എടുക്കുന്നുണ്ട്. അപ്പൊ നമുക്കതൊന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫില്ലിംഗ് ആണിത്. അതേ 2 എണ്ണം ഞാൻ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് നല്ലപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ചിക്കന്റെ ഫില്ലിങ്ങും ചെയ്ത് കൊടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ഈ സവാളയിൽ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തിട്ട് അങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് ഭയങ്കര സിമ്പിൾ ആണ് ഇട്ട് ഉണ്ടാക്കാൻ, വലിയ മെനക്കെടൊന്നും ഇല്ല. അപ്പൊ ഇത് നന്നായിട്ട് ഡ്രൈ ആക്കി ഞാൻ എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഈ സമയത്ത് ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇനി നമുക്ക് ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യാം. ഇനി ഇതിന്റെ മാവ് നമുക്കൊന്ന് കുഴച്ചെടുക്കണം. അപ്പൊ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഞാൻ 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് മൈദയിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. അപ്പൊ ഓയിലിന്റെ അളവ് ഞാൻ കറക്റ്റ് പറയുന്നില്ല. നമ്മൾ സാധാരണ കുഴക്കുമ്പോൾ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ചേർക്കണം. എന്നാലും നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് ഇത് കിട്ടുള്ളൂ. കുറേ നേരം ക്രിസ്പി ആയിട്ട് ഇത് ഇരിക്കുകയും ചെയ്യും ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പൊ ആദ്യം ഒരു 1.5 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിന്റെ പരുവം ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഇങ്ങനെ കയ്യിൽ ഉണ്ട പിടിക്കുമ്പോൾ അതിങ്ങനെ പെട്ടെന്ന് അങ്ങനെ പൊടിഞ്ഞു പോകാൻ പാടില്ല. കറക്റ്റായിട്ട് നമുക്ക് പിടിക്കാൻ പറ്റണം. അപ്പൊ ഞാൻ ഇത്രയും കൂടി ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏകദേശം 2-3 ടേബിൾ സ്പൂൺ ഒക്കെ ഓയിൽ വേണ്ടി വരും. നന്നായിട്ട് നമ്മളിങ്ങനെ പുട്ടിനൊക്കെ നനക്കില്ല, അതേപോലെ നനച്ചെടുക്കണം. അപ്പൊ ഇനി നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി നമുക്കൊന്ന് ഉണ്ട പിടിച്ചു നോക്കാം. ഇതുപോലെ ഇരിക്കണം. നമ്മളിങ്ങനെ നന്നായിട്ട് അമർത്തിയാലേ അത് പൊടിഞ്ഞു പോകാൻ പാടുള്ളൂ. അപ്പൊ ആ ഒരു പരുവം ആവുന്നത് വരെ നമ്മൾ ഓയിൽ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് സാധാ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പൊ നമുക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചതുകൊണ്ട് തന്നെ നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ സാധാ ചപ്പാത്തി മാവ് പോലെയല്ല ഉണ്ടാവുക. കുറച്ചും കൂടി ഓയിലി ആയിട്ട്, കുറച്ചും കൂടെ എന്താ പറയാ, അത്ര സോഫ്റ്റ് ആയിട്ടും അല്ല ഉണ്ടാവുക മാവ്. അപ്പൊ നന്നായിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ കുറച്ച് ടൈറ്റ് ആയിട്ട് കുഴക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഒരുപാട് ഓയിൽ കുടിക്കാണ്ടിരിക്കാനാണ്. ഈ സ്നാക്കിൽ അങ്ങനെ ഓയിൽ കുടിക്കേയില്ല. അപ്പൊ ഞാനിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആവുന്ന വരെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ മുകളിൽ കുറച്ച് ഓയിലൊന്നും ആക്കി കൊടുക്കാം. കുറച്ച് മാത്രം ആക്കി കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഒന്ന് എല്ലായിടെയും ആക്കി കൊടുക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂർ നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പൊ കുറച്ചും കൂടി നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടൊക്കെ കിട്ടും നമുക്ക്. അപ്പൊ അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇത്. അപ്പൊ ഇനി നമുക്ക് ഇതിന് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. നമ്മൾ പൂരിക്കൊക്കെ ചെയ്യില്ലേ, അതേപോലെ മതി. അല്ലെങ്കിൽ അതിൽ കുറച്ച് ചെറുതായാലും കുഴപ്പമൊന്നുമില്ല. ഒരുപാട് വലുപ്പാക്കി എടുക്കണ്ട. അപ്പൊ നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയിടാം. അപ്പൊ ഞാൻ നന്നായിട്ട് ഉരുട്ടി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ഒന്ന് ചെയ്തെടുത്താൽ മതി. ഇത് നമുക്ക് ഉണ്ടാക്കിയിട്ട് കുറേ നേരം പുറത്ത് വെക്കാൻ പറ്റും. നമ്മൾ സാധാരണ മാവ് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കും പെട്ടെന്ന് അങ്ങ് സോഫ്റ്റ് ആയി പോയില്ലേ, ഇത് അങ്ങനെ പെട്ടെന്ന് സോഫ്റ്റ് ആവുന്നില്ല. കുറച്ച് നേരം ഇരിക്കും നല്ല ക്രിസ്പി ആയിട്ട് തന്നെ. അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കാം. അപ്പൊ കുറച്ച് പൊടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് പരത്തിയെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ഓയിലൊക്കെ ഒഴിച്ചതുകൊണ്ട് തന്നെ അങ്ങനെ പെട്ടെന്ന് അങ്ങ് പൊട്ടി പോകുന്നില്ല. നമ്മളിത് മാവൊക്കെ വെച്ച് പരത്തുന്ന സമയത്ത്
അപ്പൊ അതേ നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. നല്ല തിന്നാവുന്നത് വരെ ഒന്ന് പരത്തിയെടുത്താൽ മതി. നമുക്ക് ഈ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് അതുപോലെ തന്നെ ഒരുപാട് ഫില്ലിങ്സും വേണ്ട. നമ്മൾ കുറച്ച് മാത്രമേ ഇതിലേക്ക് വെക്കുന്നുള്ളൂ, ഒത്തിരി വെക്കുന്നില്ല. അപ്പൊ ഇത് പരത്തിയതിന് ശേഷം നമ്മൾ ഇതിന്റെ നടുക്കായിട്ട് ഒരു 2 നുള്ളു പൊടി ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. അതിനുശേഷം ഇതിന്റെ മുകളിലായിട്ട് നമുക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക. ഏകദേശം ഒരു 1.5 ടീസ്പൂൺ അത്രയ്ക്ക് മതി, ഒരുപാട് വെക്കണ്ട. കാരണം നമുക്കിത് ഒന്നും കൂടി ഒന്ന് പരത്തിയെടുക്കാനുള്ളതാണ്. അപ്പോൾ 1.5 ടീസ്പൂൺ ഒക്കെ മതിയാകും. അപ്പൊ ഇനി നമ്മൾ ഇതിനെ ഒന്ന് എന്താ പറയാ, നമ്മൾ കിഴി പിടിക്കില്ലേ, അതേപോലെ ഒന്ന് മൊത്തമായിട്ട് ഒന്ന് കവർ ചെയ്ത് എടുക്കും. എന്തിനാന്ന് വെച്ചാൽ നമ്മൾ പരത്തുമ്പോൾ മസാലയൊന്നും പുറത്ത് പോകാണ്ടിരിക്കാനാണ്. അപ്പൊ മസാല നന്നായിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ചുരുട്ടിയെടുക്കാം മുകളിലോട്ട്. എന്നാൽ മാത്രമേ നന്നായിട്ട് ഇത് ഇരിക്കുള്ളൂ. അപ്പൊ അതിന് മുമ്പായിട്ട് നമ്മൾ സൈഡിലേക്കായിട്ട് കുറച്ച് വെള്ളം ആക്കി കൊടുക്കുന്നുണ്ട്, നന്നായിട്ട് ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇനി നമുക്ക് ഇത് ഒരു സൈഡിൽ നിന്ന് അങ്ങ് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലായിടെയും നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ മസാല പുറത്തോട്ട് പോകും. നമ്മൾ ഇനി ഇത് പരത്തുന്ന സമയത്ത് ചെറുതായിട്ട് നമ്മൾ പരത്തിയെടുക്കണം, എന്നാലേ നമുക്ക് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇത് പൊങ്ങിയിട്ടൊക്കെ വരുള്ളൂ. നന്നായിട്ട് ഇത് പൊങ്ങി കിട്ടും, നമ്മൾ പൂരിയൊക്കെ ചെയ്യുന്ന പോലെ. അത്രയും ഇല്ലെങ്കിലും പൊങ്ങി കിട്ടുകയൊക്കെ ചെയ്യും. അപ്പൊ നന്നായിട്ട് ഇതുപോലെ നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അവിടെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ ഇത് ഒന്നും കൂടി ഒന്ന് പരത്തിയെടുക്കും കേട്ടോ, ഒരുപാട് പരത്തണ്ട. അതുപോലെ തന്നെ ഒത്തിരി അങ്ങോട്ട് പ്രസ് ചെയ്ത് മസാല ഒന്നും പുറത്തോട്ട് തള്ളി വിടരുത്. ഒന്ന് പതിയെ വേണം നമ്മൾ പരത്തിയെടുക്കാനായിട്ട്. അപ്പൊ കുറച്ച് പൊടി ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കാം. ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി. 2 സൈഡും ഒന്ന് 3-4 തവണ ഒന്ന് റോൾ ചെയ്തെടുക്കുക. അപ്പോഴേക്കും ഇത് കുറച്ചൊന്ന് റൗണ്ട് ആയിട്ട് കിട്ടും. അപ്പൊ ദേ ഇത്രയും മതി. ഏകദേശം ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ദേ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പൊ അതേ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഒരു മീഡിയം ചൂടുള്ള സമയത്ത് വേണം നമ്മൾ ഇത് ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ വേവിക്കുക. കാരണം നമ്മൾ ആ ഒട്ടിച്ച ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തീ കുറച്ച് വെക്കുന്നത്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് മറച്ചു വിട്ടിട്ട് നല്ലൊരു കളർ ആവുന്നത് വരെ നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കും. അപ്പൊ ഇത് ചെറുതായിട്ടൊന്ന് പൊങ്ങി തുടങ്ങിയിട്ടുണ്ട്, ഒരു ചെറുതായിട്ടൊരു പൂരിയൊക്കെ പൊങ്ങണ പോലെ പൊങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ മുകളിൽ ഇങ്ങനെ എണ്ണയാക്കി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇത് പൊങ്ങി വരും. അപ്പൊ ഇത് ഇടയ്ക്കിടക്കായിട്ട് തിരിച്ചിട്ട് കൊടുക്കുക, എന്നാലും 2 സൈഡ് നന്നായിട്ട് വേവുള്ളൂ. അപ്പൊ ഞാൻ ഇത് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആ ഒട്ടിച്ച ഭാഗം കുറച്ച് അധികം നേരം വേവിക്കാം, മറ്റേ ഭാഗം അത്ര നേരം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ഇത് 2 സൈഡും നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല കളറായിട്ടുണ്ട്. തൊടുമ്പോ തന്നെ ഇങ്ങനെ പൊടിഞ്ഞു പോകുന്ന ടൈപ്പാണ്, നമ്മൾ പഫ്സ് ഒക്കെ ഇല്ലേ അതേപോലെ പൊടിഞ്ഞു പോവത്. അപ്പൊ ഇതേപോലെ തന്നെ നമുക്ക് അടുത്തത് വിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇത് ട്രൈ ചെയ്യുക, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും നല്ല ക്രിസ്പി ആയിട്ടല്ലേ എന്നുള്ളത്. ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയാം. അതുപോലെ തന്നെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പൊ മറ്റൊരു അടിപൊളി ഇഫ്താർ റെസിപ്പി ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.